നമസ്കാരം. ഗ്ലോബൽ മെലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസയെക്കുറിച്ചാണ് ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ ബാലറ്റ് സിസ്റ്റത്തിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക, ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം UK എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഗവൺമെൻറ് ഓഫ് UK gov.uk ഒരു വെബ്സൈറ്റ് വരും. നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഈ പേജിനകത്ത് ഈ പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്ന് പറഞ്ഞ ഈ സാധനമുണ്ട്. ഈ ലിങ്ക് ഇവിടെ ഒരു ലിങ്കാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഈ പേജിൽ പറയുന്നത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ ബാലറ്റ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഈ ബാലറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ പേജ് താഴോട്ട് എടുക്കുമ്പോൾ ഇവിടെ എൻ്റർ ദ ബാലറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ബാലറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 2024 20 ഫെബ്രുവരി 2:30 മുതൽ ഇന്ത്യൻ ടൈം 2:30 മുതൽ 22 ഫെബ്രുവരി 2024 ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഇത് റൺ ചെയ്യുന്നത്. സോ ഇന്നും നാളെയും നിങ്ങൾക്ക് സമയമുണ്ട്. സോ തീർച്ചയായിട്ടും ഈ സമയം കളയാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് എൻ്റർ ദ ബാലറ്റ് സിസ്റ്റം, ഇവിടെ നേരത്തെ ഈ എൻ്റർ ദ ബാലറ്റ് എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ വരുന്നത് ഇങ്ങനൊരു പേജിലാണ്. ഈ പേജ് വരുമ്പോൾ നമ്മളൊരു ക്യൂവിൽ ആഡ് ആവും. ക്യൂവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ എസ്റ്റിമേറ്റഡ് ടൈം പറയുന്നത് 30 മിനിറ്റാണ്. 30 മിനിറ്റ് കൂടുതൽ വരാം. 1 മണിക്കൂറും 3 മണിക്കൂറും 5 മണിക്കൂർ വരുന്ന സമയങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ അല്ലെങ്കിൽ ഓഫ് ടൈമുകൾ രാത്രിയുള്ള സമയങ്ങളിൽ, ഇന്ത്യയിൽ രാത്രിയായിട്ടുള്ള സമയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ മാക്സിമം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെയിറ്റിംഗ് ടൈം അധികം കുറവായിരിക്കും. മാക്സിമം ആളുകൾ ക്യൂ ഇല്ലാത്ത സമയത്ത് എന്തായാലും ഈ 2 ദിവസം കൊണ്ട് എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാലും നിങ്ങളിത് ചെയ്യുക. അങ്ങനെ 17 മിനിറ്റ് ലെസ് ദാൻ എ മിനിറ്റ് ഇറ്റ്സ് യുവർ ടേൺ എന്ന് വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യു ആർ നൗ ബീങ് റിഡയറക്റ്റഡ് ടു ദ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ റിഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് നമ്മുടെ ഈ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് എ UK വിസ ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് ഒരു ഇമിഗ്രേഷൻ അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ആദ്യം താഴോട്ട് വരുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്. ഈ ക്രിയേറ്റ് അക്കൗണ്ട് നിൽക്കുക. അത് കഴിയുമ്പം ഇങ്ങനെ വരും, ഹൂ ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഞാനിവിടെ സമ്മൺ എൽസ് കൊടുത്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അടിച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ സമ്മൺ എൽസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്നോട് ചോദിക്കുന്നുണ്ട് ഹൂ നീഡ് അക്സസ് ടു ദെയർ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ ആർക്കൊക്കെ ആക്സസ് വേണം? ഓൺലി ദി ആപ്ലിക്കൻ്റ് ആണോ, ബോത്ത് മീ ആൻഡ് ദി ആപ്ലിക്കൻ്റ് ആണോ, അതോ ഓൺലി മീ ആണോ? ഞാൻ ബോത്ത് മീ ആൻഡ് ദി ആപ്ലിക്കൻ്റ് ആണ് ഇവിടെ കൊടുത്തത്. അങ്ങനെ വന്നു കഴിയുമ്പം വാട്ട്സ് ദെയർ നെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തുടങ്ങുന്നതെങ്കിൽ വാട്ട്സ് യുവർ നെയിം എന്നായിരിക്കും ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിമും സർ നെയിമും കൊടുക്കുക. അപ്പം നിങ്ങളുടെ പാസ്പോർട്ടിൽ ഏതാണോ നിങ്ങളുടെ പേര് അതേ സ്പെല്ലിങ്, അതേ ഗിവൺ നെയിമും അതേ സർനെയിമും തന്നെ ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ചേഞ്ചസോ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇമിഗ്രേഷൻ അക്കൗണ്ടാണ്. സോ നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്പെല്ലിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നോക്കി തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം വാട്ട് ഈസ് ദ കൺട്രി ഓഫ് നാഷണാലിറ്റി ഓഫ് ആ ആപ്ലിക്കൻറ്റിൻ്റെ പേരാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രൈവസിക്ക് വേണ്ടിയിട്ട് പല പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺട്രി ഇന്ത്യയാണ്. ഇത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ വിസയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായിരിക്കണം നിർബന്ധമുണ്ട്. അതുകൊണ്ട് കൺട്രി ഓഫ് ഒറിജിൻ ഇന്ത്യ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റർ ദ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഫോർ ഇന്നയാളുടെ പേര്. അപ്പം നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഇവിടെ കൊടുക്കണം. നമ്മുടെ പാസ്പോർട്ടിൻ്റെ മുകളിൽ പാസ്പോർട്ട് നമ്പർ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇന്ത്യ ആയിരിക്കും വല്ല കൺട്രി ഓഫ് ഇഷ്യൂ. പിന്നെ ഡസ് ദെയർ പാസ്പോർട്ട് ഹാവ് ആൻ എക്സ്പയറി ഡേറ്റ്. ഇവിടെ യെസ് കൊടുത്തു കഴിയുമ്പം എക്സ്പയറി ഡേറ്റ് കൊടുക്കാനുള്ളൊരു കോളം ഇവിടെ താഴെ ആഡ് ആവും. ആ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമിഗ്രേഷൻ അക്കൗണ്ട് ഭാവിയിലെല്ലാം അക്സസ് ചെയ്യണമെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് ഫോർ ഇന്ന ആൾ, നമ്മുടെ ആപ്ലിക്കൻ്റെ പേര്. അപ്പം ഇമെയിൽ അഡ്രസ്സ് വേണം. അതേപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ, അതായത് സമ്മൺ എൽസും കൂടെ എൻ്റെ കൂട്ടിലുള്ളതുകൊണ്ട് അവരുടെ ഇമെയിൽ ID കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ. അതിനുശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ വന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കും സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമെയിൽ ID കൊടുക്കാൻ പറ്റും. അത് മിക്കവാറും സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ സെക്കൻഡറി ഒരു ഇമെയിൽ ID കൂടെ കൊടുക്കുക. ആ ഇമെയിൽ ID വെച്ചും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തു, ആ ഇമെയിൽ ഐ ഡി കൺഫേം ആക്കണം. അപ്പോൾ അതിൻ്റെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് അതിനകത്ത് അയച്ചിട്ടുണ്ടാകും. ആ നമ്മുടെ ഇമെയിൽ ഐ ഡി വന്നിരിക്കുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിയുമ്പം ആ ഇമെയിൽ ഐ ഡി വെരിഫൈ ആവും. അതേപോലെ ഇതിനകത്ത് ആ ആപ്ലിക്കൻ്റെ പേര് മാനേജ് ദെയർ UKVI അക്കൗണ്ട്, അതായത് അവർക്ക് തന്നെത്താനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? യെസ്, അവർക്ക് തന്നെത്താനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്ക് മാത്രം ആ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ട് ആക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ യെസ് കൊടുത്തു, കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്ക് എനിക്കൊന്ന് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്റ്റെപ്പുകളൊന്നും വരത്തില്ല, കാരണം നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടിച്ച് പോവുക. അങ്ങനെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നു. ഞാൻ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്റ്റെപ്പുകളായതുകൊണ്ട് ഓടിച്ചു പോവാണ്. അങ്ങനെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, ആ ഇമെയിൽ ഐ ഡി കൺഫേം ആക്കുന്നത് ഹെൽപ്പറിൻ്റെ ഇമെയിൽ ഐ ഡിയാണ്, അതും കൺഫേം ആക്കുന്നു. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റത്തെ സ്റ്റേജ് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഡോക്യുമെൻ്റ് ടൈപ്പ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പാസ്പോർട്ട് വെച്ചിട്ടാണ്. ഇന്ത്യൻ കൺട്രി ഓഫ് ഇഷ്യൂ ആണ്. ഡോക്യുമെൻ്റ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമ്മൾ കൺഫേം ആക്കാൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയതിന് ശേഷം ക്രോസ് വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇപ്പം പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് വേറൊരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡോക്യുമെൻറ്റ്സും, എല്ലാ സ്പെല്ലിങ്ങും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്ത് നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നുണ്ട് അക്കൗണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇമെയിൽ ഐ ഡിയും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ ഇമെയിൽ ഐ ഡിയും ഈ 2 ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ എല്ലാ കൺഫർമേഷനും, നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ എല്ലാം ഒരു ഫൈനൽ കൺഫർമേഷൻ അവർ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ബാക്കിൽ പോയി അതെല്ലാം ചേഞ്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ അക്കൗണ്ടിൽ സൈൻ ചെയ്യുന്നു. നമ്മുടെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നു, നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ആണല്ലോ നമ്മുടെ ലിസ്റ്റ് ചെയ്തേക്കുക. ഒന്നുകിൽ നമ്മുടെ മെയിൻ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഹെൽപ്പറിൻ്റെ ഇമെയിൽ ഐ ഡിക്കകത്തോ വരുന്ന കോഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം ഫസ്റ്റ് പേഴ്സൺ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി മാത്രമേ കാണത്തുള്ളൂ. ആ ഇമെയിൽ ഐ ഡി വരുന്ന കോഡ് ചോദിക്കുന്നു, ആ കോഡ് അടിച്ചു കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് പോവുക. ഇനിയാണ് നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടേണ്ട പോയിൻ്റ്. ഇതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ബാലൻസ് സിസ്റ്റത്തിലോട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യൂയിങ് ടൈം ഉണ്ട്, 20 മിനിറ്റാണ് ഇവിടെ ക്യൂ ഉണ്ടാകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ആ 20 മിനിറ്റ് കഴിയുമ്പം വീണ്ടും സൈൻ ചെയ്യാൻ ചോദിക്കുന്നു. ആ സൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ പാസ്പോർട്ടാണെന്ന് കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഏതിലേക്കാണ് ഇമെയിൽ വരേണ്ടതെന്ന് കൊടുക്കുക. അതിനകത്ത് കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ വരും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട പേജ്, മെയിൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട പേജ്. ഈ പേജിൽ വന്നു കഴിയുമ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ബാലറ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ സബ്മിറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. ഇതാണ് ഇതിനകത്തെ ഈ ബാലറ്റിലേക്ക് കയറാനുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് 4 സാധനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ്, പ്രിപ്പയർ ആപ്ലിക്കേഷൻ, പ്രൊവൈഡ് എവിഡൻസ്, സബ്മിറ്റ്. ഈ 4 കാര്യം മാത്രമേ ഉള്ളൂ. ആദ്യം വേണ്ടത് വിച്ച് ഇമെയിൽ അഡ്രസ്സ്. അതിപ്പോൾ ഇവിടെ നെക്സ്റ്റ് അടിച്ച് പോകുമ്പം വിച്ച് ഇമെയിൽ അഡ്രസ് ക്യാൻ വി യൂസ് ടു കോൺടാക്ട് യു, ഏത് ഇമെയിൽ ഐ ഡിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ 2 ഇമെയിൽ ഐ ഡി കൊടുത്തേക്കുന്നതുകൊണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. പിന്നെ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. അതിനകത്ത് വിച്ച് ഇമെയിൽ അഡ്രസ് ക്യാൻ വി യൂസ്, അതിപ്പോൾ അത് കൺഫേം ആക്കുക, കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ആദ്യത്തേത് കംപ്ലീറ്റ് ആയി. അടുത്ത വേണ്ടത് പ്രിപ്പയർ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡിക്ലറേഷനാണ്. നെക്സ്റ്റ് അടിക്കുമ്പം ബൈ സബ്മിറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഐ കൺഫേം ദാറ്റ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നും അതേപോലെ പിന്നെ പറയേണ്ടത് ഇതിനകത്ത് നമ്മുടെ ഏജ് കൺഫേം ആക്കുക എന്നുള്ളത്. ഇപ്പോൾ ഐ ആം ദ ബാലറ്റ് ആപ്ലിക്കൻ്റ് ആൻഡ് ഏജ്ഡ് ഓവർ 18 ഓർ ഓവർ, അതായത് എനിക്ക് 18 വയസ്സോ അതിൽ കൂടുതലോ ആണെന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് ഇവിടെ ഡിക്ലറേഷൻ കൊടുക്കേണ്ടത്. ആ ഡിക്ലറേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞു. ഇനി വേണ്ടത് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പം യു മസ്റ്റ് പ്രൊവൈഡ് എ സ്കാൻ ഓർ എ ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് ഫോട്ടോ പേജ്, അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ പേജിൻ്റെ ഒരു സ്കാൻ കൊടുക്കുക. അതിന് വേണ്ടത് ഒന്നുകിൽ JPG ആവാം, അല്ലെങ്കിൽ PNG ആവാം, PDF ആവാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഗിവ് ദ ഫയൽ എ സിമ്പിൾ നെയിം, അതായത് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുമ്പം ഉള്ള ABCDEF എന്നുള്ള അങ്ങനത്തെ വലിയ ഇതൊന്നും കൊടുക്കാതെ പാസ്പോർട്ട് April 2022 അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള നെയിം കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് എവിഡൻസിൻ്റെ ഈ ഒരു സാധനം കാണും. ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സാധനം വരും. ഇതിനകത്ത് ഫയൽ ചൂസ് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഫയലുള്ളത് ആ ഫയൽ ചൂസ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക.
അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പാസ്പോർട്ട് ഫെബ്രുവരി 2024 എന്നാണ് കൊടുത്തിരുന്നത്. അത് അപ്ലോഡ് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പം എവിഡൻസ് അപ്ലോഡ്. അപ്പോൾ ആകെ വേണ്ട എവിഡൻസ് പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് അപ്ലോഡ് ചെയ്തു കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വരുന്നത് ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, സബ്മിറ്റ് ഓപ്ഷൻ. അപ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഇവിടെ സബ്മിറ്റിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് പറയുന്നു ഈ ബാലറ്റിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഭാവി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും ഇതിനകത്ത് നിങ്ങൾ ഈ ബാലറ്റിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ തന്നെ ഒരു 2500 പൗണ്ട്, നാട്ടിലെ ഏകദേശം 2.5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മൾ കാണിക്കണം. അതേപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്നുകിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ദാറ്റ് യു ഹാവ് അറ്റ്ലീസ്റ്റ് 3 years വർക്ക് എക്സ്പീരിയൻസ് ഇൻ എ പ്രൊഫഷണൽ റോൾ ഈക്വലൻ്റ് ടു ആൻ അപ്പൻഡിക്സ് സ്കിൽഡ് ഓക്യുപ്പേഷൻ. അപ്പോൾ ഇത് ഡിഗ്രി ഇല്ലാത്തവർക്ക് 3 year വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതൊരു പ്രൊഫഷണൽ റോളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇതിൽ ഭാഗവാക്കാകാമെന്ന് പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെക്ക് ചെയ്യുക. എന്തായാലും ഈ 3 കാര്യങ്ങൾ, ഒന്ന് പോലീസ് ക്ലിയറൻസ്, ഫണ്ട് 2500 ഉണ്ട്, 2.5 ലക്ഷം രൂപ, അതേപോലെ മിനിമം ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഇത് ആണ് മിനിമമായിട്ട് ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബാലറ്റിൽ കിട്ടുവാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ കൺഫേം ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റഡ്, യുവർ യുണീക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഈസ് ഒരു നമ്പർ വരുന്നിട്ടുണ്ട്. സോ ഈ നമ്പറാണ് നമ്മുടെ ബാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ. ഇവിടെ കണ്ടിന്യൂ അടിച്ച് പോകുമ്പോൾ വീണ്ടും ഒരു ക്യൂവിലേക്ക് പോകുന്നത് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി. നമ്മളിനി എപ്പം പിന്നെ ഈ അക്കൗണ്ടിൽ സൈൻ ചെയ്താലും നമ്മുടെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് കാണിക്കുന്നത്. ഇതിനകത്ത് എവിഡൻസോ ഫോട്ടോയോ വല്ലതും സബ്മിറ്റ് ചെയ്യാൻ അവർ ഇമെയിൽ അയക്കുവാണെങ്കിൽ മാത്രം ഇതിനകത്ത് എന്തെങ്കിലും ചെയ്താൽ മതി. അല്ലാതെ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച സമയം വെയിറ്റ് ചെയ്യുക. ബാലറ്റ് സിസ്റ്റത്തിൽ നമ്മൾ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് മെയിൽ അയക്കും. പിന്നെ അതിന് വേണ്ട ഫർദർ സ്റ്റെപ്സ് അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ബാലറ്റ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നാളെ ഉച്ചവരെ മാത്രമേ ഇതിന് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലുമൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക. അവരും അപ്ലൈ ചെയ്യട്ടെ. 2 വർഷത്തെ വിസയാണ്. UK വരാനും ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. UK വരാനും ജോലി കണ്ടെത്താനും വിസ സ്വിച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റികൾ മുന്നിലുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിലും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെൻറ്റേഷനുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കും. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം. ഇന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.